അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. ഫഖദ് ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹ്റു റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആന ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്റ ഫല്യസും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നാം ഇന്ന് റമളാനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ എന്നത് ഒരു സാധാരണ മാസമല്ല. മാസങ്ങളിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസമാണ് റമളാൻ. അതിന് കാരണം പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ് ഇറങ്ങിയ മാസമാണ് റമളാൻ. ഈ മാസം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും നന്നാക്കാനുള്ള ഒരു മാസമാണ്, ഒരവസരമായിട്ടാണ് അള്ളാഹു തരുന്നത്. തൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടാനും വരാനിരിക്കുന്ന കാലങ്ങളിൽ താൻ നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള അള്ളാഹുവിൻ്റെ ഒരു അവസരം നൽകുന്ന ഒരു പ്രാക്ടീസ് എന്നോണം ഒരു മാസമാണ് റമളാൻ. ഈ മാസവും ഇനി വരാനിരിക്കുന്ന കാലവും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നാം ശ്രമിക്കണം. ഈ റമളാനിനെ 3 ഘട്ടങ്ങളാക്കി വിഭജിക്കപ്പെടുന്നുണ്ട്. അതിൽ 10 ദിവസങ്ങളാക്കി. ആദ്യത്തെ 10 ഒരു ഘട്ടവും, രണ്ടാമത്തെ ഘട്ടമെന്നത് രണ്ടാമത്തെ 10ഉം, മൂന്നാമത്തെ 10 മൂന്നാമത്തെ ഘട്ടവുമായി വിഭജിക്കപ്പെടുന്നു. ഇതിൽ ആദ്യത്തെ 10 എന്ന് പറയുന്നത് തൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം തൻ്റെ ദാസന്മാരിലേക്ക് ഇറക്കുന്ന, വാരിച്ചൊരിഞ്ഞു കൊടുക്കുന്ന, കാരുണ്യം ഇറക്കുന്ന ഒരു മാസമാണ് ആദ്യത്തെ 10. ഈ മാസത്തിൽ, ഈ 10 ദിവസത്തിൽ നാം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി കിട്ടാനും അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. അതിൽ ധാരാളമായി ദുആ ചെയ്തും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് നാം ഏറ്റവും കൂടുതൽ അടുക്കുന്നവരായി മാറുക. സക്കാത്തും കുടുംബബന്ധം ചേർക്കുക എന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നാം നേടിയെടുക്കുക. ഈ ആദ്യത്തെ 10 നാം അള്ളാഹുവിൻ്റെ കാരുണ്യം നേടുന്നവരുടെ കൂട്ടത്തിൽ ആകുവാൻ വേണ്ടി ധാരാളമായി പരിശ്രമിക്കണം. ധാരാളമായി രാത്രി സമയങ്ങളിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്തും ദുആ ചെയ്തും അള്ളാഹുവിലേക്ക് നാം ധാരാളമായി അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഈ ആദ്യത്തെ 10 നാം മനോഹരമാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് അവൻ്റെ കാരുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. ഇതിൽ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് അള്ളാഹു പാപമോചനത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി വച്ചേക്കുന്ന ഒരു 10ആണ്. ഈ 10ൽ അള്ളാഹു ഏതൊരു ദാസനാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, ഏതൊരു ദാസനാണോ അള്ളാഹുവിലേക്ക് താൻ ചെയ്ത പാപങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, അവനിക്ക് അള്ളാഹു എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരാൻ തയ്യാറായി നിൽക്കുകയാണ്. എത്ര തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരും. പക്ഷേ നാം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത്, മനുഷ്യന്മാരുമായുള്ള ഇടപാടിൽ നാം ഒരു മനുഷ്യനെ കളിയാക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് മൂലം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മൾക്ക് പുറത്തു തരുന്നതല്ല. മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാട് മനുഷ്യന്മാർ തന്നെ തീർക്കുക. നമ്മൾ കളിയാക്കിയതിനും അവഹേളിച്ചതിനും പരിഹസിച്ചതിനുമെല്ലാം നാം അയാളെ കണ്ട് മാപ്പ് ചോദിച്ചതിന് ശേഷമാണ് അള്ളാഹുവിലേക്ക് നാം പാപമോചനം തേടേണ്ടത്. മറ്റുള്ള സകലമാന കാര്യങ്ങളും ശിർക്കൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു പൊറുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നാം അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ തഹജ്ജുദ് നമസ്കാരവും മറ്റിബാദത്തുകളും കൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി അടുത്ത് തൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും ശുദ്ധിയാക്കി നല്ല മനസ്സുകളോടെ ഈ 10ൽ നാം കഴിഞ്ഞുകൂടേണ്ടതാണ്. ഇതിൽ മൂന്നാമത്തെ 10 എന്ന് പറയുന്നത് നരകമോചനത്തിന് വേണ്ടിയുള്ള 10ആണ്. നരകമോചനം നേടുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നാം ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും എല്ലാ തോന്നിയവാസങ്ങളും ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ധാരാളമായി ദുആ ചെയ്തും ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തും രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിച്ചും ധാരാളമായി നീണ്ട നിസ്കാരങ്ങൾ നമസ്കരിച്ച് നാം നരകമോചനം നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഈ അവസാനത്തെ 10ലാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ അള്ളാഹു വച്ചിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്
അള്ളാഹു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ഗ്രന്ഥം ഖുർആനുൽ ഷരീഫ് ഇറങ്ങിയ രാത്രിയാണ്. ഈ രാത്രി എന്ന് പറയുന്നത് 1000 വർഷങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രിയാണ്. ഈ രാത്രിയിൽ ഏതൊരുവനാണോ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കുന്നത്, ഏതൊരുവനാണോ ഏറ്റവും കൂടുതൽ ഇബാദത്തുകളും ഖുർആൻ പാരായണവും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്കടുത്ത് ആ രാത്രി നേടിയെടുക്കുന്നത്, അവൻ 1000 വർഷങ്ങളേക്കാൾ ഇബാദത്ത് ചെയ്തവനായി, 1000 വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത കൂലിയുള്ളതായി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. ഈ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ ഓരോ ദിനരാത്രങ്ങളും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു അലിഫ് ലാം മീം എന്നോതുകയാണെങ്കിൽ ഒരക്ഷരത്തിന് 10 നന്മ വെച്ച് സാധാരണ കിട്ടുന്നത്, നാം ഒന്ന് ചിന്തിക്കുക. ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയിൽ നാം ഒരു അലിഫ് ലാം മീം ഓതിയാൽ 1000 മാസം നാം അലിഫ് ലാം മീം എന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. ഈ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണമെന്നും അതിനുവേണ്ടി ധാരാളമായി പരിശ്രമിച്ച് അതിലേക്ക് എത്തിപ്പെടാൻ നാം ശ്രമിക്കണം. റമദാൻ എന്ന മാസം അള്ളാഹു ഏറ്റവും കൂടുതൽ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നാം ചെയ്ത എല്ലാ പാപങ്ങളും നാം പൊറുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് മനുഷ്യന്മാരോടും മറ്റെല്ലാ ജീവിജാലങ്ങളോടും നാം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് പാപങ്ങളില്ലാത്ത രീതിയിൽ പാപമോചനവും മറ്റ് കാര്യങ്ങളുമായി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആന ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്റ ഫല്യസും. റമളാൻ മാസം എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഇതിൽ നമ്മുടെ ആത്മശുദ്ധീകരണത്തിനും സത്യങ്ങളും അസത്യങ്ങളും വേർതിരിച്ച് കാണിക്കപ്പെടുന്ന ഒരു വിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് ഇറക്കപ്പെട്ട മാസമാണ് ഈ റമളാൻ. അള്ളാഹു എന്നിട്ട് പറയുകയാണ്, ഈ റമളാൻ ആരെങ്കിലും കാണുകയാണെങ്കിൽ അന്നു മുതൽ നമ്മൾ നോമ്പനുഷ്ഠിച്ച് തുടങ്ങുക. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആ നോമ്പനുഷ്ഠിച്ച് നാം അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക. കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഇനി വരാനിരിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കാൻ നാം ഏവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആകൾ നാം ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി നാം ദുആ ചെയ്യുക. അതുമൂലം എല്ലാ മുഅ്മിനീങ്ങളുടെയും കൂലി, എല്ലാ മുഅ്മിനീങ്ങളും ഒരു നന്മ ചെയ്തതിൻ്റെ കൂലി വെച്ച് അള്ളാഹു നമുക്ക് തരുന്നതാണ്. അത് കിട്ടണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി നാം ദുആ ചെയ്യണം. സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം അയൽവാസികൾക്കും സഹോദരന്മാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി നാം ദുആ ചെയ്യുക. അങ്ങനെ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കാൻ, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി വരാനിരിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിച്ച് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഈമാൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവസാനം ഷഹീദായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ടും മറ്റെല്ലാ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു നല്ല രീതിയിലുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് വീടും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.